നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോളജി. നമ്മുടെ ഓണം ഇന്നു മുതൽ വിട പറയുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഓണത്തിനായി നമ്മൾ കാത്തിരുന്നു. ആഹ്ലാദ മധുരമായ ഒരു ഓണം. ആഹ്ലാദത്തിന്റെ തോത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ മലയാളികളുടെയും മനസ്സിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു കയ്യൊപ്പൊതിച്ച ഓണം ആണ് കടന്നു പോകുന്നത്. ഓണം കടന്നു പോകുമ്പോൾ നിങ്ങൾക്കിടാം നാട്ടുവട്ടം ടീമിന്റെയും ലൈല ക്രിയേഷൻസിന്റെയും ലൈല അവർ ലബിന്റെയും ഓണാശംസകൾ നേരുന്നു. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. നാളെ സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ്. ഇന്റർനാഷണൽ ഓസോൺ ഡേ. തെർമോമീറ്റർ കണ്ടുപിടിച്ച ഗബ്രിയൽ ഡാനിയൽ ഫാരൻഹീറ്റ് ഹേഗിൽ അന്തരിച്ചു. 1736 ഈ വിയോഗം. ഭാരതത്തിൻ്റെ സംഗീത കോകിലം MS സുബ്ബലക്ഷ്മി മധുരയിൽ ജനിച്ചു. 1916 ഈ ജനനം. ക്വാണ്ടം ഒപ്റ്റിക്കൽസിൽ നിരവധി സംഭാവനകൾ നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ECG സുദർശനൻ ജനിച്ചു. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകളെപ്പറ്റി പ്രവചനം നടത്തിയത് അദ്ദേഹമാണ്. 1931 ഈ ജനനം. വാതകത്തിന്റെ ദുർബലമായ കവചമായ ഓസോൺ പാളി സൂര്യരശ്മികളുടെ ദോഷകരമായ ഭാഗത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഗ്രഹത്തിലെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഓസോൺ കുറയ്ക്കുന്ന വസ്തുക്കളുടെ നിയന്ത്രിത ഉപയോഗവും അനുബന്ധ കുറവുകളും ഈ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും ഓസോൺ പാളിയെ സംരക്ഷിക്കാൻ സഹായിക്കുക മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുന്നതിലുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തു. കൂടാതെ ദോഷകരമായ അൾട്രാവയലറ്റ് കിരണം ഭൂമിയിൽ എത്തുന്നത് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ചു. 1994 ഓസോൺ പാളിയെ ഇല്ലാതാക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട തീയതിയുടെ സ്മരണയ്ക്കായി 49 ഐക്യരാഷ്ട്ര പൊതുസഭ സെപ്റ്റംബർ 16 ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കുന്നു. പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 20 വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറും സമ്മാനം. കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ. ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി 100 പവൻ സ്വർണം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. നാട്ടുവട്ടം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇത് നല്ല ഓണത്തിന്റെ കാലമാണ്. ഞങ്ങളോടൊപ്പം ഉള്ളത് കവി പെരുമ്പഴ ഗോപാലകൃഷ്ണനുള്ള, ഇപ്പുറത്ത് വേണു സാറ്, ഗോപാലകൃഷ്ണന്റെ ഭാര്യ ടീച്ചർ, വേണു സാറിന്റെ ഭാര്യ ടീച്ചർ, 2 അധ്യാപികമാരും ഒരു അധ്യാപകരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമാണ് നമ്മളിവിടെ ഉള്ളത്. അവർ ചെറിയ പുള്ളികളൊന്നുമല്ല, വലിയ കക്ഷികളാണ്. ഈ ഓണത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളതും അവരുടെ സന്ദേശങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ കേൾക്കാം. ആദ്യമായി ഞാൻ സുശീല ടീച്ചറിലേക്ക് പോവുകയാണ്. സുശീല ടീച്ചർ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനോഹര ഗാനം പാടും. നമുക്കത് കേൾക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അതിമനോഹരമായ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മുടെ ഗൃഹാതുരത്തിൽ തോന്നുന്ന ഒരു പാട്ടാണ്. എന്റെയൊക്കെ യൗവനകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ. ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ യേശുദാസിന്റെ തരങ്കിണി, MG ശ്രീകുമാറിന്റെ പാട്ടുകൾ, ചിത്രയുടെ പാട്ടുകൾ, അങ്ങനെ ഒരു ഓണക്കാലത്ത് 8-9 ആൽബം ഇറങ്ങുന്ന ഒരു കാലം മലയാളക്കരയ്ക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ആധുനികവൽക്കരിച്ചപ്പോഴത്തേക്ക് CD കാസറ്റൊക്കെ പോയപ്പോഴത്തേക്ക് അത് മാറി.
എങ്കിലും ആ പാട്ടുകളെല്ലാം ഇപ്പോൾ വളരെ മനോഹരമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഓണം വരുന്നു എന്ന് പണ്ട് അറിയിച്ചിരുന്ന തരഞ്ഞിയുടെ പാട്ടുകളായിരുന്നു. വീണ്ടും ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് പോവാണ്. പെരുമ്പഴാണ് മനോഹരമായ ഒരു ഓണ കവിത നമുക്ക് വേണ്ടി ആക്കി. ഓണ കവിത ഇല്ലെങ്കിൽ നമുക്ക് ടീച്ചർ പാടിയ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പൂവിളി ടീച്ചറെ പാടി പ്രാവശ്യം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ടീച്ചർ ഈ പാട്ട് പാടിയപ്പോൾ നമ്മൾ വളരെ കേട്ട് പരിചയമുള്ള എല്ലാവരുടെയും മനസ്സിൽ തങ്ങി മലയാളം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഓണപ്പാട്ടാണ്. പക്ഷെ ടീച്ചറിന്റെ പാട്ട് കേട്ടപ്പോഴേ ഞാന് ജനിച്ചു വളർന്ന മണ്ണാണ്. അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ഓണത്തുമ്പിയും പൂക്കളവും അതുപോലെ തന്നെ ഊഞ്ഞാലും. എൻ്റെ ഊഞ്ഞാലിപ്പോ ആടുന്നത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ആരും ഊഞ്ഞാൽ ആടുന്നില്ല. ഊഞ്ഞാല് ഈ അങ്ങേത്തലും ഇങ്ങേത്തലും വല പോലുള്ളൊരു ഊഞ്ഞാലാണ് പാടുന്നത്, തൊട്ടില് പോലൊരു ഊഞ്ഞാൽ. അപ്പോ ഊഞ്ഞാൽ പാട്ടിനെ കുറിച്ചും ഊത്തുമ്പിയെ കുറിച്ചുള്ള പാട്ട് കേട്ടപ്പോൾ ഈ പറമ്പാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഈ പറമ്പെന്ന് പറഞ്ഞാൽ അന്ന് ഈ വലിയ ഒരു പറമ്പിൽ വയലിനോട് ചേർന്ന ഈ പറമ്പിൽ വയലിനോട് ചേർന്ന ഒരു ചെടിയായിരുന്നു. അതായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. അതുപോലെ തൊട്ടപ്പുറത്തും ഒരു പറമ്പും ഒരു വീടും. പക്ഷെ അവിടെയൊക്കെ നിറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളായ ഞങ്ങൾ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറമ്പെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ശ്മശാന പറമ്പുകളല്ല, വലിയ മരങ്ങൾ, മാവ്, പ്ലാവ് അങ്ങനെ തുടങ്ങിയ മറ്റ് മരങ്ങൾ എല്ലാം പൂത്തു നിൽക്കുന്ന മരങ്ങൾ. അതുപോലെ തറയിൽ നോക്കിയ കുറ്റിച്ചെടികൾ, കുറ്റച്ചെടികളല്ല കുറ്റിച്ചെടികൾ. ഈ ഇപ്പൊ എല്ലായിടവും കുറ്റച്ചെടികൾ ഉറന്നു കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അന്ന് കുറ്റിച്ചെടികളായിരുന്നു. ഈ കുറ്റിച്ചെടികളുടെ എല്ലാം തൂമ്പിൽ ചിരിച്ചുകൊണ്ട് വരൂ, എന്നെ അടർത്തിയെടുക്കൂ, പൂക്കളം തീർക്കൂ, ഓണം തീർക്കൂ, സന്തോഷിക്കൂ, നല്ല മനസ്സുള്ളവരാകൂ, ഈ പൂക്കൾ പറിക്കുന്ന പരസ്പരം പങ്കിടുന്നതിന്റെ ആഘോഷമായി പൂക്കളത്തെ കാണും. മാത്രവുമല്ല പല ജാതിയും മതങ്ങളും അന്നുമുണ്ട്. ഈ ഓരോ പൂക്കളും ഓരോ മതത്തിന്റെ അടയാളമാണ്. ഇപ്പൊ താമരപ്പൂ ഒരു മതത്തിന്റെ അടയാളമായി മാറിയിരിക്കും. പക്ഷെ അന്ന് പറയാതെ തന്നെ പല പൂക്കളും പല മതത്തിന്റെ അടയാളമാണ്. ഈ പൂക്കളെല്ലാം നിരത്തി ഇങ്ങനെ വെച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ, കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ അനുഭവിച്ചത് കാര്യമാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, നമ്മുടെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ കിഴക്ക് വെള്ളം കയറുന്നതിന് മുമ്പ് കുട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതില് ചെറിയ കുട്ടി തൊട്ട് മുതിർന്ന കുട്ടികൾ വെച്ചതാണ്. ആൺ പെൺ വ്യത്യാസം ഇന്നത്തെ പോലെ അന്നില്ല. വീട്ടിനുള്ളിലുണ്ടായിരിക്കാം, പക്ഷെ പൂവറിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പോകും. പാമ്പുകൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇഴയന്തുക്കൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല. വെളിച്ചം ഇങ്ങനെ ചെറിയ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് കിട്ടാവുന്ന പൂക്കളെല്ലാം പറിച്ചു കൂട്ടി ഈ ഇലകൾ കൂട്ടിയ കൂമ്പൾ കുട്ടികൾക്കൊക്കെ ആണ്. ഇത്തിരി മുതിർന്നവർക്കാണെങ്കിൽ പൂത്താലം, പൂത്തട്ട, പൂക്കുട്ട, പൂവട്ടി, ഇതിനകത്തൊക്കെ പൂക്കൾ നിറച്ചു വരുമ്പം കൊച്ചി എടുക്കാനായി എനിക്ക് 5-6 പൂവ് കിട്ടത്തുള്ളൂ. കാരണം എനിക്കിങ്ങനെ ഓടാൻ പറ്റില്ലല്ലോ അവരുടെ കൂടെ. ഇപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ പൂക്കൾ പറിച്ചു കൂട്ടി ഇങ്ങനെ വരുമ്പോ സങ്കടപ്പെട്ട് എന്റെ കണ്ണിൽ കണ്ണീർ പൂക്കൾ ഇങ്ങനെ. അത് കാണുമ്പോ അവര് വന്നത് ഈ കരയണ്ട. നിനക്ക് ഓരോരുത്തരും കാക്കപ്പൂ തരുന്നവരുണ്ട്, തുമ്പപ്പൂ തരുന്നവരുണ്ട്, കുളമ്പിപ്പൂ തരുന്നവരുണ്ട്, മറ്റു ഇതര പൂക്കൾ, കലമ്പൊട്ടിപ്പൂ, ഈ വരമ്പെടുക്കാൻ കലമ്പൊട്ടിപ്പൂണ്ട്, ആ കലമ്പൊട്ടിപ്പൂ തരുന്നവരുണ്ട്. ഇവരെല്ലാം വരുമ്പോൾ എന്റെ കണ്ണിങ്ങനെ വിടർന്നു ഞാൻ പൂക്കളുടെ ഒരു സമ്പന്നനായി, പൂക്കൾ കൊണ്ട് ധനവാനായിട്ട് മാറി. എന്റെ പൂക്കളത്തിന് വലിപ്പമുണ്ടായി. അപ്പൊ അവിടെ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കാരണം, ഈ പൂക്കൾ സമ്പാദിക്കുന്നവർ എനിക്ക് തരുന്നവര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇല്ലാത്തവര് കൊടുക്കുക എന്നൊരു സന്ദേശം അവിടെ. പൂക്കളെ വിടുമ്പോൾ വിവിധ വർണ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് നമ്മുടെ വിവിധ മതങ്ങൾ ചേർന്ന് എങ്ങനെയാണോ ഭാരതം ഒറ്റ ഭാരതമായി ഒറ്റ ഇന്ത്യയായിട്ട് കഴിയുന്നത്. അപ്പൊ അതിന് മാറ്റം വന്നു തുടങ്ങി. മാറ്റം വരുത്തി തുടങ്ങി. ആ മാറ്റം നമ്മുടെ രാജ്യത്തിന്റെ നാശത്തിലേക്കും വർണ്ണങ്ങളിലേക്കും കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങളിലേക്കും മാറുന്നുണ്ട്. പക്ഷെ അന്നതല്ല. അന്ന് ഈ പൂക്കളെ വിട്ടിങ്ങനെ അവരോട് എല്ലാം നാടൻ പൂക്കളാണ്. ഇന്നത്തെ പോലെ വിലയ്ക്ക് വാക്കുന്ന പൂക്കളല്ല.
ചിക്കൻ്റെയോ വേറെ വിഷാംശങ്ങൾ അടിച്ച പൂക്കളല്ല. ആ പൂക്കളിൽ വണ്ടുകൾ വരും, വിദർശനങ്ങൾ വരും, പൂക്കൾ വിട്ടാലും വരും, അതിന്റെ മണവും തീർന്നു അതിനകത്തുണ്ട്. തേനുള്ള പൂക്കൾ ഇരട്ടി പൂക്കളെ വിട്ട് കഴിയുമ്പോൾ ആഹാ, വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ ചേർക്കുമ്പോൾ എല്ലാ മതങ്ങൾ ചേർന്ന ഒരു ഭാരം, നേരത്തെ പറഞ്ഞ ഭാരത്തെ പോലെ എത്ര സുന്ദരമാണ് ഈ പൂക്കൾ. ഈ പൂക്കളം നോക്കി നമ്മുടെ മുതിർന്നവർ അനുമോദിക്കും. അപ്പൊ നമുക്ക് എന്റെ പൂക്കളത്തെ കുറിച്ച് വരെ നന്ദി പറയും. അപ്പൊ ഞാൻ സന്തോഷിക്കും. മറ്റേ ആളുടെ പൂക്കളത്തെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മാവിന്റെ ഈ പറമ്പിലെ വൃക്ഷങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. മരങ്ങളിൽ വലിയ ഊഞ്ഞാലുണ്ടാവും. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഈ മരങ്ങളിൽ തിരച്ചീനമായി ഒരു കയർ വലിച്ചിരിക്കും. അതിൽ വ്യവസായം അറിയാറ്. അതിൽ നിന്നും ലംബമായിട്ട് 2 കയർ വലിച്ചു കിട്ടും. ഒലക്ക തലേന്ന് ഒരു ഒലക്കയുടെ ഉപയോഗം അറിയാമല്ലോ. തലേന്ന് ഒരു ഒലക്കയുടെ ഓണത്തിനുള്ള വിഭവം ഇടുക്കിയെ പുതുക്കിയൊക്കെ ചെയ്താണ്. ആ ഒലക്ക ഓണത്തിന്റെ ഉത്രാടം കഴിഞ്ഞാൽ അത് ഉലക്ക ഉപയോഗിക്കില്ല. ഉത്രാടത്തിന് അന്ന് ഉലക്ക കൊണ്ടുവന്ന് ഊഞ്ഞാലിൽ ഇങ്ങനെ കിട്ടും. ആ ഊഞ്ഞാലിന്റെ കയറിലിരുന്ന് ഇതുപോലെ അല്ലിരിക്കുന്നു. ഊഞ്ഞാലിന്റെ കയറിലിരിക്കുന്ന നമുക്കൊരു ഞെടിയക്കമുണ്ട്. ആ ഞെടിയക്കം എന്ന് പറഞ്ഞാൽ എന്നെ തള്ളിവിടാൻ എന്റെ പിന്നിൽ ആളുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെന്നെ തള്ളി, കുട്ടിയായ എന്നെ തള്ളി എവിടേക്ക് വിടുന്നു? ആകാശത്തിന്റെ അഗാധതയിലേക്ക്. അവിടെ വരെ ചെല്ലുമ്പോൾ ഞാൻ ആനന്ദിക്കും. പിന്നെ തരിയെ പുറന്നിട്ട് എന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എത്ര ഉയരത്തിൽ പോയാലും തിരികെ നീ ആദ്യം വന്ന സ്ഥലത്തേക്ക് വരുന്നു. പിന്നീട് ഞാൻ വളർന്നു വലുതായപ്പോൾ ഇവരുടെ സഹായം ഇല്ലാതെ ഊഞ്ഞാലിൽ കയറി തണ്ടടിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഊഞ്ഞാലിനാക്കം കൂട്ടി ആകാശത്തിന്റെ ഉയരത്തിന്റെ പോയിട്ട് ആ മരത്തിന്റെ ആ കെട്ടിയിരിക്കുന്ന മരങ്ങളുടെ തൊട്ടടുത്ത മരങ്ങളുടെ ഇല കട്ടിച്ചെടുത്ത് കൊണ്ടുവരും ഒരു സംഭവം. ഞാൻ മാത്രമല്ല, അക്കാലത്ത് എല്ലാ ഊഞ്ഞാലാട്ടക്കാരും ആ സമയത്ത് കൊച്ചുകുട്ടികൾക്ക് ഊഞ്ഞാലാണെങ്കിൽ ചെറിയ വലിയ ഊഞ്ഞാലുകൾ. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഊഞ്ഞാലുകൾ നമ്മുടെ സ്നേഹത്തിന്റെ നഷ്ടപ്പെടുന്നു. അച്ഛനും അമ്മയും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവരോട് സംസാരിക്കാൻ പറ്റും. ഒരു ഊഞ്ഞാൽ ഒരു പിതാവ്, അമ്മ, അമ്മാവൻ, ബന്ധുക്കൾ, ചേട്ടൻ ഇട്ടുകൊടുക്കുന്നു. ആ ഊഞ്ഞാലിടുന്ന സംഭവം, ഊഞ്ഞാലിടുന്ന രീതി കണ്ടാക്കിട്ട് ആഹ്ലാദിക്കുക. എന്നോട് സ്നേഹമുള്ള അവരെ കാണാൻ അവൻ മുതിർന്നു കഴിയുമ്പോൾ അവൻ ഓടി, എത്ര ദൂരെയായി ഓടി. ഇന്ന് ഓടിയെത്താത്തതിന്റെ കാരണം അവൻ ഇത്ര യാതൊരു സ്നേഹമാണെന്ന് കിട്ടില്ല. പഠിക്കുക, എവിടെയെങ്കിലും പോയി പഠിക്കുക, പഠിച്ചെവിടെയെങ്കിലും നീ ജോലി നേടുക, അവിടെ നീ ജീവിക്കുക, അവിടെ വീടിന്റെ സ്നേഹമായിരിക്കുക. എന്നിട്ട് പറയും മക്കളാരും എന്ന് വെക്കുന്നു. പക്ഷെ ഓണം നമ്മളോട് പറയുന്നു, ഓണം എല്ലാവരും ദൂരെ നിന്നായാലും ഫോൺ വഴിയിട്ട് ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. ആ സൗഹൃദം നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ഓണക്കാലം നഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊക്കെ നീട്ടി പറഞ്ഞത് ഈ ഒരു പുതിയ തലമുറ ക്യാമറയിൽ പെടാത്ത ഒരാളുള്ളത്. അത് ഇതിന്റെ സംവിധായികയാണ്. പുതിയ തലമുറയിലെ ആളാണ്. ശരിക്കും ഇത്രയും വരേണ്ട ഒരാളാണ്. ആ തലമുറ കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം പഴയ തലമുറയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ചന്തത്തിന് മുറ്റം ചെത്തിപ്പറിച്ചില്ല എന്ന ഓണപ്പാട്ടാണ്. ഇതൊരു നാടോടിപ്പാട്ടാണ് എന്ന് കരുതുന്നു. കാരണം വലിയ ആളിന്റെ പേരൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പാടി ഞാൻ കേട്ട പാട്ടാണ്. ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില്ല എന്തെന്റെ മാവേലി വന്നു. ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില്ല എന്തെന്റെ മാവേലി ഓണം വന്നു. ചന്തയ്ക്കു പോയില്ല, നേന്ത്രക്ക വാങ്ങില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. പന്തു കളിച്ചില്ല, പന്തലുമിട്ടില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. അമ്മാവൻ വന്നില്ല, സമ്മാനം തന്നില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. അച്ഛനും വന്നില്ല, ആടകൾ തന്നില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. നെല്ലു പുഴുങ്ങില, തെല്ലു മുടങ്ങില, എന്തെന്റെ മാവേലി ഓണം വന്നു. നെല്ലു പുഴുങ്ങില, തെല്ലു മുടങ്ങില, എന്തെന്റെ മാവേലി ഓണം വന്നു. പിള്ളേരും വന്നില്ല, പാടം നിർത്തില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. തത്താനും വന്നില്ല, താലിയും തീർത്തില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു.
താനും വന്നില്ല, താലിയും തീർത്തില്ല. എന്തെന്റെ മാവേലി ഓണം വന്നു. കുഞ്ഞേരി പെണ്ണിന്റെ മുന്നികറുക്കുന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു. കുഞ്ഞേരി പെണ്ണിന്റെ മുന്നികറുക്കുന്നു, എന്തെന്റെ മാവേലി ഓണം വന്നു. നങ്ങേരി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില്ല, എന്തെന്റെ മാവേലി ഓണം വന്നു. ഈ പാട്ട് നമ്മുടെ മനസ്സില് ഒട്ടേറെ കാഴ്ചകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം മുറ്റം ചെത്തിയടി വാരണം, അതുപോലെ അങ്ങേര് പെണ്ണിന്റെ അങ്ങേര് വരണം, ഓണമാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതൊക്കെ പന്ത് കളിക്കണം, കുട്ടികൾക്ക് സ്കൂളവധിയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതൊരു ഓണമാണ്. ഓണം എന്ന് പറയുന്നത് ഈ കൂടിച്ചേരലാണ് സാർ. ഓണം എന്ന് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കലാണ് സാർ. ഓണം എന്നുള്ള അയാളെ കിടക്കുന്ന നമ്മളിങ്ങനെ ഒരുമിച്ചുണ്ണലാണ് സാർ. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും ആയില്ല. എന്തെന്റെ മാവേലി ഓണം വന്നു. ഞങ്ങൾ ഇതൊക്കെ ആക്കിയതിന് ശേഷം ഓണം വന്നാൽ പോലെ നിഷ്കളങ്കമായ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഈ പാട്ടാണ് നാടൻ പാട്ടിൽ നിന്ന് അധ്യയനം, നാടൻ പാട്ടിന്റെ മറവ്. മനോഹരമായ രണ്ട് പാട്ടുകൾ, അതും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടാണ് രണ്ടുപേരും അത് അവതരിപ്പിച്ചത്. മാത്രമല്ല ഈ ഗ്രൂപ്പ് മുഴുവൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരും ഇതിനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം പകരുന്നത്. ഇനി ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാലിക പ്രസക്തമായ ചില അഭിപ്രായങ്ങൾ നമ്മൾ നാട്ടുപുറത്തെ നേതൃത്വം ആരായുകയാണ്. ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഓണം ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഓണമാകുമ്പോൾ നമ്മൾ അസ്വാഭാവികമായ ഓണമാകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സന്തോഷം, നമ്മുടെ മനസ്സിലെ ഒരു നന്മ അതൊക്കെ പൊയ്പോകുന്നു എന്നുള്ളൊരു സങ്കടം ഈ കാലഘട്ടത്തിലുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്ക് ചോദിക്കാം. നമുക്ക് ടീച്ചറിൽ നിന്നും തുടങ്ങാം. ടീച്ചറിന്റെ അഭിപ്രായം പറയും. ഈ കാലഘട്ടം പഴയ കാലവും പുതിയ കാലവും ഓണത്തിന്റെ വ്യത്യാസം വരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഓണത്തിന് ഒരു നന്മ കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം പൂക്കളം പോലും റെഡിമെയ്ഡായിട്ട് അതേപോലെ നമ്മൾ നേരത്തെ പൂക്കൾ മേടിക്കുകയായിരുന്നു ചെയ്ത് ഇടകാലത്ത് 10,000 രൂപ 20,000 രൂപയ്ക്കൊക്കെ പൂ മേടിച്ച് പൂക്കളം ഇടുന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. നേരത്തെ അങ്ങനെയല്ല, നമ്മൾ പൂ പറിക്കുകയായിരുന്നു. തുമ്പപ്പൂ പറിക്കണം, കാളപ്പൂ പറിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ മുഴുവൻ പൂക്കളും അതിൻ്റെ ഒരു സൗന്ദര്യമില്ല. ഇത് പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നന്മ പോകുന്നു, നമ്മുടെ മനസ്സ് കച്ചവടത്തിലേക്ക് പോകുന്നു, നമ്മുടെ വീടുകളും നമ്മുടെ ഹൃദയവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്നൊരു ആകുലതയാണ് നാട്ടുവട്ടം പങ്കിടുന്നത്. എന്റെ ടീച്ചർ അതിനോട് പ്രതികരിക്കാം. പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ പണ്ട് ഇത്രയും പൈസ ചെലവ് ആക്കി ഒരു ഓണം അങ്ങനെ കൊള്ളാറില്ലായിരുന്നു. കൂടുതലും നമ്മുടെ വീട്ടിൽ നിന്നുള്ള കാർഷിക സാധനങ്ങളായാലും അതുപോലെ തന്നെ പൂക്കളായാലും ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലും മാർക്കറ്റിംഗ്, അതായത് എന്താ പറയുന്നത്, വാണിജ്യപരമായിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഓണമായിട്ട് ഏതാഘോഷമായിട്ടും നമുക്ക് തോന്നുന്നത്. ഏതാഘോഷം വന്നാലും അതിനകത്ത് സാമ്പത്തികം കൂടുതൽ ചെലവാക്കി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തേന് കുറച്ചുകൂടെ ഒരു മറവണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേന് അതല്ല, എല്ലാ കാര്യങ്ങളും ആഹാര സാധനങ്ങളായാലും എല്ലാം ഇതുപോലെ വിഷമടിച്ച സാധനങ്ങളായാലും ഒക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. പിന്നെ കുട്ടികളായാലും അതുപോലെ തന്നെ എല്ലാ വീട്ടിലൊക്കെ കുട്ടികളുടെ കൂടെ ഇല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വേണു സാറ് ഒരു അധ്യാപകനാണ്. ഓണം ആഘോഷിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഗുരുനാഥനാണ്. സാറിനും കുട്ടികൾ 2 പെൺകുട്ടികളുള്ള ഒരാളാണ്. സാറിന്റെ അഭിപ്രായങ്ങൾ രണ്ടുപേരി ഓണത്തിനെ പറ്റിയുള്ള കവിത പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകപ്രശസ്തമായിട്ടുള്ള മലയാളികളെ മലയാളികളാക്കി മാറ്റുന്ന 2 വരികളാണത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ 2 വരിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അന്നും അതിന് മാവേലി ഒരു സങ്കല്പം എന്ന് പറയുമെങ്കിലും അന്നും ഇന്നും എന്നും ഈ 2 വരി വരുന്ന ഭരണാധികാരികൾക്കെല്ലാം വലിയ അപകടം വരുന്ന ഒരു വരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നും നമുക്ക് പറയാം, എന്നും പറയാം, ഓരോ ഭരണാധികാരിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്,
മാവേലി നാട് ഭരിക്കും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതിൽ കൂടുതൽ നമുക്ക് ഇനി എന്താണ് ഭരണാധികാരിയുടെ അടുത്ത് പറയാൻ വേണ്ടിയുള്ളത്? അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എൻ്റെ അഭിപ്രായത്തില് ഓണത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓണത്തിനല്ല മാറ്റം സംഭവിച്ചിരിക്കുന്നത്, കാലഘട്ടം അനുസരിച്ച് മാറി 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 വരുന്നു. പണ്ടുള്ള കാലാവസ്ഥയല്ല, പണ്ടുള്ള വീടുകളല്ല, പണ്ടുള്ള പറമ്പുകളല്ല, പണ്ട് വയലേലകളുണ്ടായിരുന്നു, പണ്ടത്തെ വേഷവിധാനമല്ല. ഇങ്ങനെ കാലം മാറി മാറി പോകുമ്പോഴും ഓണം അവിടെ നിൽക്കുന്നുണ്ട്. ഓണത്തിന്റെ കൂടെ മാവേലിയും അവിടെ ഉണ്ട്, മാവേലിയും അവിടെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോഴും വേവലാതിപ്പെടുന്നത് നമ്മുടെ മക്കളുമാര് അല്ലെ നമ്മളുടെ രക്ഷകർത്താക്കൾ പല തട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ കാലം മാറിയപ്പോഴ് അവര് വിദൂരങ്ങളിലേക്ക് യാത്രയായിട്ടുണ്ട്. വിദൂരങ്ങളിലേക്ക് യാത്ര, മറ്റതെല്ലാം നാട്ടിൽ തന്നെയാണ്. ഓണം നാട്ടിൽ തന്നെയാണ്. തൊട്ടടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്, തൊട്ടടുത്ത കോളേജിലാണ് പഠിക്കുന്നത്. അച്ഛനായാലും അമ്മയായാലും തൊട്ടടുത്ത ജോലിക്കാരാണ്. പക്ഷെ കാലം മാറിയപ്പോഴത്തേക്ക്, ലോകം മാറിയപ്പോഴത്തേക്ക്, വളരെ വിദൂരതയിൽ പോയപ്പോഴത്തേക്കും അവരാരും ഇപ്പോഴും ഓണം മറന്നിട്ടില്ല. ഓണം മറന്നിട്ടില്ല. കാര്യം പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഗോപാലകൃഷ്ണ സാറ് പ്രഗത്ഭനായിട്ടുള്ള കവി പറഞ്ഞതുപോലെ ഇപ്പോഴും മൊബൈലിൽ കൂടിയെങ്കിലും അവര് ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം ആഘോഷിക്കുന്നുണ്ട്, ആരുടെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ കേരളത്തിന്റെ മാവേലി തന്ന നന്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഓണം ആഘോഷിക്കും. നമ്മൾ ഇവിടെ തന്നെ കൂടി, അത് ആ മാവേലി തന്ന ഒരു നന്മയുടെ ഒരു ഭാഗമാണ്. ഇവിടെ തന്നെ നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് കൂടിയത്. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഓണം ചിന്തിക്കുമ്പോൾ എനിക്ക് കുറെ സങ്കടവും ഉണ്ട്, സന്തോഷമുള്ള കുട്ടിക്കാലം. അങ്ങനെ സങ്കടവും സന്തോഷവും കൂടെ. ഇപ്പം നമ്മൾ എൻ്റെതായിട്ടുള്ള ഒരു വേദി ആയതുകൊണ്ട്, എനിക്ക് കിട്ടിയ ഒരു വേദി ആയതുകൊണ്ട് എൻ്റെ സങ്കടവും എൻ്റെ സന്തോഷവും കൂടെ ഞാനൊന്ന് പറയാം. എന്നെ വളർത്തിയത് എൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ല ഞാൻ കുട്ടിക്കാലത്ത് വളർന്നത്. അമ്മാവന് നല്ല സാമ്പത്തികം ഉണ്ടായതുകൊണ്ട് ഞാൻ വലിയ രാജകുമാരനെ പോലാണ് വളർന്നത്. ഞാൻ രാജകുമാരൻ. പക്ഷെ ഈ സമയം എൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മയുണ്ട്. ഓണമൊക്കെ അവിടെ ദാരിദ്ര്യമാണ്. അന്നേരം എന്നെ ഓരോ ഓണത്തിനും ഏറ്റവും വില കൂടിയ ഡ്രസ്സ് വിട്ട് കുളിപ്പിച്ചൊരുക്കി, അമ്മ തന്നെ കുളിപ്പിക്കുന്നത്, കുളിപ്പിച്ചൊരുക്കി അമ്മയുടെ അടുത്തേക്ക് വിടുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. കാരണം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ദാരിദ്ര്യമാണ്. പക്ഷെ എന്നെ പൊന്നുപോലാണ് എൻ്റെ അമ്മ നോക്കുന്നതും. അവരെന്നെ ഉണ്ണികൃഷ്ണൻ വരുന്നത് പോലെ, ഉണ്ണിക്കണ്ണൻ വരുന്നത് പോലെ കാത്തിരിക്കുകയാണ്. അവർക്ക് അന്ന് വേറെ ആരും വേണ്ട, ഞാനന്ന് അവിടെ ചെന്നാൽ മതി. അത് അവരുടെ സ്വപ്നമാണ്. പിന്നെ ഇത് ആ ഒരു വലിയൊരു വേദന എന്ന് പറഞ്ഞാൽ, സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളും ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടക്കുമ്പോൾ എന്നാ ഓണത്തിനുള്ള വിഭവങ്ങളെല്ലാം അമ്മ കൊടുക്കും. അതല്ല എന്നാൽ തന്നെ കൊടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു, ഇപ്പോഴും ഏതൊരു ഓണം, അമ്മാവൻ മരിച്ചതിന് ശേഷം ഇതുവരെ ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല. എൻ്റെ മക്കളുമാർക്കും വൈഫിനും ഒക്കെ ആവശ്യത്തിനുള്ള സാധനം എടുത്തു കൊടുത്താലും ഒരു ഡ്രസ്സ് പോലും ഞാൻ ഓണക്കോടി എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടിട്ടില്ല. അത് ഒരു പ്രതിഷേധമല്ല, പണ്ടുണ്ടായ ഒരു വേദന. പക്ഷെ ഓണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ തിരുവോണത്തിന് മുമ്പ് വരെ ആഘോഷങ്ങളാണ്. അമ്മാവിന്റെ വീടെന്ന് പറയുമ്പോഴും അന്ന് പഴയ ഓലയിട്ട വീടായിരുന്നു. എല്ലാ ബന്ധുക്കളും ഒരു 10-30 പേര് അവിടെ കാണും, നാട്ടുകാരുൾപ്പെടെ അവിടെ കാണും. ഭയങ്കര ഊഞ്ഞാല് കാണും. ഈ ഊഞ്ഞാലിൽ കൂടി ഞാനവിടെ രാജാവാണ്, എന്നെയാണ് സാർ നേരത്തെ പറയുമ്പോൾ ഞാൻ ഓർക്കുവാണ്. ഞാൻ ആകാശത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് സാർ ഇത് പറഞ്ഞേ. ആകാശത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. കാര്യം ആ ആകാശത്തോട് രാജാവാണ് ഞാൻ പോകുന്നത്, എന്നെയാണ്. അന്നേരം ഞങ്ങൾ രാത്രിയാകുമ്പം ഓണക്കളികളൊക്കെ അവരെല്ലാം എന്നെ പൊന്നുപോലാണ് നോക്കുന്നത്. പക്ഷെ ആ ഓണത്തിന് മുമ്പ് വരെ, ഒരു മാസം മുമ്പേ ഉപ്പേരിയുടെ മണം, ഒരു മാസം മുമ്പേ അവിടുത്തെ ഓണ ഒരുക്കുകള് പരസ്യം. ഇന്നൊക്കെ ആണെങ്കിൽ കുടുംബശ്രീ ഉണ്ടെങ്കിൽ നാട് വൃത്തിയാവും ഓണത്തിന്. പണ്ടാണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ നാട് വൃത്തിയാക്കുകയാണ്. അതാണ് മാവേലി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാവേലിയെ പോലെ ഒരു മഹാനായ ഒരു വ്യക്തി ഇനി ഉണ്ടാകത്തുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നിസ്സാരമല്ല, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ആ മാവേലി തരുന്ന ഒരു പവറാണ് കേരളത്തില്. കേരളം എന്ന് പറയുന്നത് നന്മയുടെ നാടാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് മാവേലി ഉണ്ടായതുകൊണ്ട് മാത്രം പറയുന്ന ഒരു നാടാണ്. സത്യം. പിന്നെ അന്നും ഉണ്ടാകുന്ന ഈ ദുഷ്ടതരങ്ങളും കാര്യങ്ങളും എല്ലാം അന്നും ഉണ്ട്, അതിനു മുമ്പും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ ഇന്നാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. കാര്യം മക്കളെ പോലും യഥാർത്ഥ ഈ ഓണക്കാലത്ത് ടിവിയുടെ ഫ്രണ്ടിലൊന്നും ഇരുത്താൻ കൊള്ളില്ല, പത്രങ്ങൾ വായിപ്പിക്കാൻ കൊള്ളത്തില്ല. കാരണം എന്താ കഴിഞ്ഞാൽ വരുന്നതെല്ലാം വളരെ മോശമായ അവരുടെ മനസ്സിന് ഉണ്ടാകുന്നത്. അത് പത്രക്കാരുടെ കുഴപ്പമല്ല, മാധ്യമങ്ങളുടെ കുഴപ്പമല്ല. പക്ഷെ അവര് കാണിച്ചേ പറ്റൂ. പക്ഷെ അതും ഓണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്.
വളരെ മനോഹരമായിട്ട് ഇപ്പോഴും എല്ലാവരും ഓണം കൊണ്ടാടുന്നത്. അച്ഛനും അമ്മയും ഉണ്ടോ? പിന്നെ നമ്മൾ ഓരോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മളിത് പറയുമെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ അവർ ഈ ഓണത്തെക്കുറിച്ച് വേറൊരു സങ്കല്പത്തിലായിരിക്കും പറയുന്നത്. എത്ര കാലം കേരളമുള്ള കാലത്ത് എത്ര നാൾ കഴിഞ്ഞാലും ഓണത്തിന്റെ സങ്കല്പങ്ങൾ സങ്കല്പമല്ല, ഓണം അവിടെ തന്നെ, മാവേലി അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഞങ്ങൾ ഓണം ഇങ്ങനായിരുന്നു കൊണ്ടത്, ഞങ്ങൾ ഓണം ഇങ്ങനായിരുന്നു കൊണ്ടത്, അടുത്ത ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു 2 വാക്ക് പറയാൻ വേണ്ടി ഈ അവസരം ഒരുക്കി തന്ന നമ്മുടെ ഈ ഗ്രൂപ്പിനോട് വലിയ സന്തോഷമുണ്ട്. സാറ് സന്തോഷവും ദുഃഖമുള്ള ഓണമാണ്. പക്ഷെ സുശീല ടീച്ചറിന്റെ ഓണം എങ്ങനെ ആയിരിക്കും നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടത് നമ്മൾ പറഞ്ഞ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഇവിടെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തില് പിന്നെ നമ്മുടെ ഓണം വളരെ യാന്ത്രികമായി പോകുമ്പോൾ നന്മ നഷ്ടപ്പെടുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. സുശീല ടീച്ചറിന്റെ അനുഭവം അതിന്റെ അടിസ്ഥാനത്തിൽ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുളസിയണ്ണൻ പറഞ്ഞ വാക്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് നന്മയുടെ ഉത്സവമാണെന്ന് നമ്മളെല്ലാവരും, നന്മയുടെ ഒരു ആഘോഷമാണ് ഓണം എന്ന് നമ്മൾ പറയാറുണ്ട്. നന്മയെന്ന് പറയുന്നത് ശരിക്കും വലിയ കാര്യങ്ങളിലൊന്നും അല്ലല്ലോ നന്മ കുടികൊള്ളുന്നത്. നന്മയെന്ന് പറയുന്ന ലാളിത്യത്തിലാണ് ശരിക്കും നന്മ കുടികൊള്ളുന്നത്. ആ ലാളിത്യം തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ നറുവസന്തം, അല്ലെ ഓണത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം വിളിച്ചോതുന്നതും ആ ഒരു ലാളിത്യമാണ്. നമ്മളത് കുട്ടിക്കാലത്ത് ഓണാഘോഷം പെരുമ്പുഴ സാറും വേണുസാറും ഒക്കെ പറയുണ്ടായി. ഞാൻ കുറച്ചുകൂടെ ഒരു പട്ടണ പ്രദേശത്ത് ജീവിച്ചത് കൊണ്ട് എനിക്ക് അത്തപ്പൂക്കളത്തിന് പൂക്കൾ എടുക്കാൻ പോവുക അങ്ങനെയുള്ള ഓർമ്മകളോ ഒന്നും എനിക്കില്ല. കാരണം ഞാൻ ടൗണിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ അവിടെ അങ്ങനെ പൂക്കൾ ഇടാനോ വലിയ പൂക്കളോ അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വന്നിരുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഓണം. അതുപോലെ വീടിന്റെ തൊട്ടടുത്താണ് സപ്ലൈകോടെ ഓണച്ചന്ത വരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ സപ്ലൈകോട് ആ ഓണച്ചന്ത അങ്ങോട്ട് തുടങ്ങുന്ന ദിവസം തുടങ്ങുന്ന ആ സുഗന്ധം ഉണ്ടല്ലോ, ആ പച്ചക്കറികളുടെ മണം, അതൊരിക്കലും പിന്നെ എൻ്റെ ഇതുവരെയുള്ള ആയുസ്സിൽ എനിക്ക് ആ മണം ഇതുവരെയും കിട്ടിയിട്ടില്ല. അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ പോയി പടവലവും വെള്ളരിയും പച്ചക്കറികളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസമാണ് ഒരു ചാക്ക് വെച്ചിട്ട് അതിന്റെ പുറത്ത് നിരത്തിയാണ് ഈ മലക്കറികളൊക്കെ വെക്കുന്നത്. അതെല്ലാം അതുപോലെ ഇരിക്കാനൊന്നും ഒരു കേടും ഉണ്ടാകത്തില്ല. എന്തൊരു മണമാണെന്നറിയാം. ഇഞ്ചിയൊക്കെ അങ്ങോട്ട് കൊണ്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം ഒരു പരിസരം മൊത്തം ഉണ്ടാകും. എന്നെ ശരിക്കും ഇന്നും എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആ വീടിനടുത്ത് ആരംഭിക്കുന്ന ഓണച്ചന്തയിൽ നിന്ന് വരുന്ന ഏത്തക്കൊലകളും അവിടെ അപ്പുറത്ത് കുറച്ചു പേര് ഉപ്പേരി വറുത്തൊക്കെ കൊടുക്കുന്ന അതിന്റെയൊക്കെ മണം, ആ നന്മ മണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാല് ആധുനികവൽക്കരണം മനുഷ്യനെ ഒരുപാട്, ആധുനികവൽക്കരണവും നഗരവൽക്കരണവും ഒക്കെ മനുഷ്യനെ ഒരുപാട് ഒറ്റപ്പെടുത്തി. അവനെ ആ ഒരു അന്യതാബോധം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയെങ്കിലും ഓണം ഇപ്പോഴും വേണുസാറ് പറയുന്ന പോലെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും ആ ഒരു ലാളിത്യം, ഓണത്തിന്റെ ലാളിത്യം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള. ഇപ്പൊ ഞങ്ങളുടെ മക്കൾക്കാണേലും പണ്ട് അങ്ങനല്ല, ഞങ്ങളൊക്കെ ഓണത്തിന് ഒരു ഓണക്കോടി കിട്ടാൻ കാത്തിരിക്കും. ആ വർഷത്തിൽ കിട്ടുന്ന ഒരു പുതിയ വസ്ത്രമാണ്, അതിനത്ര ആ പുതുമണം എന്നും ആ ഉടുപ്പെടുത്ത് നമ്മൾ ഇടത്തില്ല, എടുത്ത് മണക്കും, പിന്നെയും കൊണ്ട് അലമാരി വെക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി എന്ന് പറയുന്നത് ഒരെണ്ണമാണോ? ഒരെണ്ണത്തിൽ വല്ല ഇന്നത്തെ പിള്ളേർ ഓണക്കോടി നിൽക്കോ? ഒരുപാട് ഓണക്കോടികള്, എല്ലാ ആർഭാടങ്ങളും എല്ലാം. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അവിടെയൊക്കെ എവിടെയൊക്കെയോ ആ ഒരു നന്മ, ആ ലാളിത്യം, ഓണത്തിന്റെ ലാളിത്യം, അതൊക്കെ നമുക്ക് പലപ്പോഴും പലയിടങ്ങളിലും നഷ്ടപ്പെടുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ഓരോ നിമിഷവും ലോകം ഇങ്ങനെ ആധുനികവൽക്കരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് പിന്നെ നമ്മളിങ്ങനെ പിന്നെ ചീനച്ചട്ടിയും ഇപ്പൊ പഴമയെ വീണ്ടും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടാണ് ഈ പഴമ കൊണ്ടുവരുന്നത്. അല്ലാതെ പഴമയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അതും ഒരു ഓർമ്മ വെച്ച്, അതും ഒരു കച്ചവടവൽക്കരണം വരും. നമുക്കറിയാം, ഒരു ഹോട്ടലിൽ പോയ, ഒരു സാധാരണ ഹോട്ടലിൽ പോയാൽ നമുക്ക് ഈ പറയുന്ന കണക്ക് പ്ലേറ്റിലൊക്കെ ആയിരിക്കും ആഹാരം തരുന്നത്. വലിയ മെച്ചപ്പെട്ട ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ചട്ടിയിൽ കൊണ്ടുവരുന്നു. അത് ഗൃഹാതുരത്വം, അതും നമ്മൾ മാർക്കറ്റൈസ് ചെയ്യുകയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ലാളിത്യം, ആ ഒരു മാർക്കറ്റൈസേഷൻ ഒന്നും
കച്ചവടവൽക്കരണം ഇല്ലാത്ത നിഷ്കളങ്കമായ മനസ്സുകളുടെ ആ ഒരു ഓണക്കാലം അതിനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടിയില്ല. പിന്നെ ഓണം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഓണവും ഇങ്ങനെ ആധുനികവൽക്കരിക്കുകയാണ്. പൂക്കളവും ആധുനികവൽക്കരിച്ച് ഈ പറഞ്ഞ കണക്ക് റെഡിമെയ്ഡ് പൂക്കളങ്ങളായി. പൂക്കള് ഞാൻ ഇന്നിപ്പോ വെച്ചിരിക്കുന്ന ഒറിജിനൽ പൂവാ കേട്ടോ. ഇപ്പൊ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വെല്ലുന്ന മുല്ലപ്പൂക്കള് റെഡിമെയ്ഡ് പൂക്കള് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, നല്ല മണങ്ങള്, നല്ല സുഗന്ധം, നല്ല പാട്ടുകള്, നല്ല കാഴ്ചകള്, കണ്ണിനെ അതെല്ലാം നഷ്ടപ്പെട്ടു. ആ സ്വത്വം അങ്ങ് നഷ്ടപ്പെട്ട് നമ്മള് ഈ പറയുന്ന കണക്ക് മിഠായി കവറെടുത്തിട്ട് അതിന്റെ വർണ്ണാഭമായ ആ കവർ എടുത്ത് കൈ വെച്ചിട്ട് മധുരമുള്ള മിഠായി കളയുമല്ലോ, അതുപോലായിപ്പോയി. ആ വർണ്ണാഭത എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെന്താ പറയണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ കച്ചവടവൽക്കരണം പോലെ പണ്ട് പറയും ഓണപ്പെരുമ മുഴുവൻ വീടിനുള്ളിലാണ്. വീടിന്റെ ഉള്ളിലാണ് ഓണപ്പെരുമ മുഴുവൻ, വീടിനകത്താണ് ഉത്സവമേളം. ഇത് സത്യമല്ലേ? ഓണപ്പെരുമ മൊത്തം കമ്പോളത്തിലാണ്. കമ്പോളത്തിൽ ചെല്ലണം നമ്മൾ ഇന്ന് ഓണം കാണണമെങ്കിൽ. അതായത് അതല്ല, വീടിനകത്താണ് ഓണം. എല്ലാരും ചേർന്ന് ഇതെല്ലാം ഉണ്ടാക്കുന്നു, ഉപ്പേരി, അച്ചാറ്. വീടിനകത്താണ് കമ്പോളം ഇങ്ങി വരുന്നത്. ഇപ്പം ഓണപ്പെരുമ മുഴുവൻ കമ്പോളത്തിലാണ് നമ്മൾ പോയി കാണേണ്ടത്. അപ്പൊ അത്രമാത്രം ഒരു കച്ചവടവൽക്കരണം എന്നൊരു ലോകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളെ നമ്മൾ പിന്നെ പ്രശംസിക്കാതെയും വയ്യ. ഇത്രയെല്ലാം ആധുനികവൽക്കരണവും കച്ചവടവൽക്കരണവും ഒക്കെ വന്നിട്ടും ഓണത്തിനെ മാവേലിയെ മറക്കാതെ ഇന്നും മലയാളി കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. അതൊരു മലയാളിയുടെ മാത്രം ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എന്നും ഈ ഓണക്കാലവും ഈ അത്തപ്പൂക്കളവും ഇത്തിരി മനസ്സും ഇത്തിരി നന്മയും ഒക്കെ എന്നും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് ഈ ഓണക്കാലത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്കിനി കവിയെടുത്തേക്ക് പോകാം. കവി മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവരെല്ലാം കവിത എഴുതുന്നവരാണ്. ഇന്നലെ കവിത ചൊല്ലിയവരാണ്. ടീച്ചർ പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് ആധുനികവൽക്കരണവും കച്ചവടവൽക്കരണം. ആധുനിക കാലത്തെ ഓണത്തിനാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ അതിനോട് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു. ഓണം രാഷ്ട്രീയവൽക്കരിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അപ്പൂപ്പൻ മാവേലി കഥ പറഞ്ഞ് ഞാൻ കരഞ്ഞു. പാവം മാവേലി ചവിട്ടി താഴ്ത്തി കളഞ്ഞല്ലോ. ആ വാമനൻ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയത്. ആ മനസ്സ് വളർന്ന് വരുമ്പോഴും മാവേലിയോടുള്ള അനുകമ്പം. മാവേലി ജീവിച്ചിരുന്ന ആളായിരിക്കില്ല, സങ്കല്പമായിരിക്കും. ആ മനോഹരമായ സങ്കല്പത്തിൽ മാവേലിയെ പാതാളത്തിലേക്ക് തട്ടിക്കയറ്റി. കൂടെ പോയത് നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഭാവം കൂടെ പോയി പാതാളത്തിലേക്ക്. കൂടെ പോയി സാഹോദര്യം കൂടെ പോയി. അന്ന് കള്ളവും ചതിയും ഇല്ലാത്ത കാലം കൂടെ പോയി. കള്ളപ്പറയും ഇതൊന്നുമില്ലാത്ത ആ കാലം മാവേലിയുടെ കൂടെ പാതാളത്തിൽ. അത് കഴിഞ്ഞിട്ട് ആണ്ടിലൊരിക്കൽ മാവേലി ഇങ്ങോട്ട് വരുമ്പോ മാവേലി വരുന്നുണ്ട്. കൂടെ ആരൊക്കെയാ വരുന്നത്? കള്ളപ്പറയില്ല, ഇതൊന്നും ഇല്ലാത്തൊരു നല്ല കാലം വരുന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിന് ഓണത്തിൽ ഇത്ര സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോ ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ അതിൽ കൂടുതൽ ടീച്ചർ പറഞ്ഞ വിശദമായിട്ട് പറഞ്ഞു. കമ്പോളവൽക്കരണം ഓണത്തെ ബാധിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ ഉണ്ടറ മുക്കടയിലെത്തിയപ്പോ ആ പേര് പറയാതിരിക്കാൻ മുക്കടയിലെത്തിയപ്പോ അവിടെ ഒരു ചായ കുടിക്കാനായിട്ട് കയറിക്കഴിഞ്ഞ ആ കട ഉടമസ്ഥരോട് പറഞ്ഞു, കടമുടമസ്ഥനോടുണ്ട്, സാർ നല്ല പ്രഥമനിരിപ്പുണ്ട്, ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഇത്തവണ സാർ അവിടെ പ്രഥമനൊന്നും വെക്കണ്ട, സാർ പറഞ്ഞ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. ഞാൻ പറഞ്ഞു പറയാം. എന്റെ മനസ്സിൽ ആലോചിച്ചു, എന്റെ വീട്ടിൽ വന്ന പ്രഥമം കാണുമെന്ന് എനിക്കറിയത്തില്ല, പായസം കാണുമെന്ന് അറിയത്തില്ല. അപ്പോ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും. അപ്പൊ അദ്ദേഹത്തോട് പറയാൻ അദ്ദേഹം നമുക്കത് വാങ്ങിക്കാം, വെക്കണ്ട കറക്കണ്ട, പാത്രം കഴുകണം. പക്ഷേ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ഇത്തവണ ഓണത്തിന് അവിടെ പായസം ഉണ്ടോ? അതാണ് കമ്പോളമൊക്കെ. പക്ഷെ അതിനേക്കാൾ ആപത്തത് രാഷ്ട്രീയമൊക്കെ. മഹാബലി എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തെ, മഹാബലി എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി അവിടെ എല്ലാം വാമന ക്ഷേത്രങ്ങൾ, വാമനെയും പ്രതിഷ്ഠിക്കുകയും മഹാബലി ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഗാന്ധിജിയെ നമ്മൾ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ വരയ്ക്കാൻ പറ്റുമോ? എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. വരൂ, ഞങ്ങൾ ഗാന്ധിജി വരയ്ക്കാൻ പറ്റും. ഒരു വര, ഒരു വടി. നമ്മളിത് ഗാന്ധിജി തിരിഞ്ഞു നിൽക്കുകയല്ലേ. തിരിഞ്ഞു നിൽക്കുന്ന ഗാന്ധിജി വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്നെ യഥാർത്ഥ ഗാന്ധിജിയെ വരയ്ക്കാൻ ശ്രമിച്ച എന്റെ മനസ്സിൽ എളുപ്പത്തിൽ വരയ്ക്കുന്ന തിരിഞ്ഞു നിൽക്കുന്ന ഗാന്ധി വരയ്ക്കാമെന്ന്
അത് വരച്ച് ഒടുവിൽ ഞാൻ തിരിഞ്ഞിരിക്കുന്ന ഗാന്ധിജിയെ മാത്രം കാണുകയും ഗാന്ധിജിയുടെ മുഖം ഇല്ലാതാക്കുകയും. ഇതാണ് രാഷ്ട്രീയവൽക്കരണം. സത്യാനന്തര കാലത്തെ രാഷ്ട്രീയവൽക്കരണമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നതും. ഓണത്തിന്റെ പേരിൽ ഉണ്ണക്കടകളായാലും ഉണ്ണിക്കടകളായാലും ഈ പരസ്യങ്ങളിലൂടെ, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളായാലും പരസ്യങ്ങളിലൂടെ ടീച്ചർ പറഞ്ഞ കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കച്ചവടം വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മാവേലി വീണ്ടും പാതാളത്തിലേക്ക് പോകുന്നുള്ള സങ്കടം കൂടി നഷ്ടപ്പെടും. മാവേലി പോകുമല്ലേ, പാതാളത്തിലേക്ക് അടുത്ത തവണ വരും എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. അപ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മാവേലി വരും, നമ്മളൊക്കെ മൺമറയുന്നവരെങ്കിലും നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ പുത്തൻ തലമുറ മനസ്സിൽ മാവേലിയുടെ സ്ഥാനത്ത് വാമനൻ വരുമോ എന്ന് എഴുത്തുകാരൻ നമ്മൾ ഞാൻ ഭയപ്പെടും. പ്രായം ചെന്ന ഒരാളെന്ന് ഞാൻ ഭയപ്പെടും. എന്റെ കൊച്ചുമക്കളുടെ കാലത്ത് അവർ മാവേലിക്ക് പകരം വാമന ആഘോഷമായിരിക്കും. ഈ ഓണം എന്ന് പറയുന്ന വാക്ക് ശ്രാവണം എന്ന സംസ്കൃത പദത്തിൽ നിന്നും, മാത്രമല്ല തിരുവോണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ജന്മാഷ്ടം എന്നാണ് സങ്കല്പം. ഈ സങ്കല്പങ്ങളെല്ലാം മാറും. ശ്രാവണം എന്ന് പറഞ്ഞ മാസം എന്ന് പറയുന്നത് മലയാള മാസത്തിന്റെ ആദ്യ മാസം, ചിങ്ങമാസം. അപ്പൊ അതെല്ലാം മാറ്റിമറിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും വാമന മാസം വരും, വാമന ഓണം വരും. അപ്പൊ വാമനോണമാകും. വാമനൻ നാട് ഒഴിച്ച കാലം എന്നുള്ള പാട്ടുണ്ടാവും. അന്ന് നമ്മളൊക്കെ കേട്ട് വരയിച്ച പാട്ടുകളെല്ലാം അസ്തമിച്ചു. അങ്ങനെ ഒരു കാലം വരും. ഞാൻ ഭയപ്പെടുന്നു. ഓണം ഇങ്ങെത്തി, ഇനിയും സ്വർണം എടുത്തില്ലേ? വിഷമിക്കേണ്ട, നമ്മുടെ ചിന്നൂസ് ഓണം സെപ്റ്റംബർ 20 വരെ ഉണ്ടല്ലോ. ചിന്നൂസ് തിരക്കേറുകയാണ്. മലയാളക്കര ഒന്നടങ്കം പറയുന്നു, ഇത്തവണ ഓണം ചിന്നൂസിനൊപ്പം എന്ത്? 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം. ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ഇനി എന്തിനു വൈകണം? വേഗം വിട്ടോ ചിന്നൂസിലേക്ക്. കിഴക്കേക്കല്ല മാർക്കറ്റിന് ശിലാസ്ഥാപനം നടത്തി. കിഴക്കേരള പഞ്ചായത്ത് മാർക്കറ്റ് തീരദേശ വികസന വകുപ്പിന്റെ സഹായത്തോടെ കിഫ്ബിയുടെ 1,14,42,000 രൂപ ചിലവഴിച്ച് നവീകരിക്കുന്നതിന് ശിലാസ്ഥാപന കർമ്മം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീവാളുവൻ, ജനപ്രതിനിധികളായ വി ദിനേശ്, റാണി സുരേഷ്, എ സുനിൽകുമാർ, ശ്രുതി, ഉഷാദേവി, ശ്രീരാഗ് മഠത്തിൽ, ഉമാദേവി അമ്മ, RG രതീഷ്, പ്രദീപ് കുമാർ, ഷാജി മുട്ടം, അമ്പിളി ശങ്കർ, തീരദേശ വികസന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനു വിനോദ് വില്യത്ത്, വേലായുധൻ, എഡ്വേർഡ് പരിശ്ശേരി, ഷാജി വെള്ളാപ്പള്ളി, പ്രശാന്ത് കുമാർ, സജി മുള്ളാക്കോണം, അനിൽകുമാർ ഡി ചാലിൻ, പഞ്ചായത്ത് സെക്രട്ടറി സുചിത്ര ദേവി എന്നിവർ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. അഭിഭാഷകനും കഥാകൃത്തും എഴുകോട് പോലീസ് സ്റ്റേഷന് ജാഗ്രതാ സമിതി അംഗവുമായ സുരേന്ദ്രൻ കളയ്ക്കുള്ള പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ A. അനീസ് പൊന്നാളി അണിയിച്ച് ആദരിച്ചു. ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷീബ സജി, പോലീസ് ഓഫീസർ ഗോപൻ, VL ലിതിൻ, വാസുദേവൻ നമ്പൂതിരി, GS വിനു ശാന്തി, C. വിജയകുമാർ, R. സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. വിരശല്യം കുട്ടികളിൽ പഴയ കാലത്ത് സാധാരണയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ അന്നൊക്കെ കുട്ടികളുടെ വയറിളക്കിയിരുന്നു. വിരശല്യം കൂടുതലും ബാധിക്കുന്നതും കുട്ടികളെയാണ്. എന്തുകൊണ്ടാണ് കുട്ടികളെ വിരശല്യം ബാധിക്കുന്നത്? വിരശല്യം അനുഭവിക്കാത്ത കുട്ടികൾ കുറവായിരിക്കും. മണ്ണിൽ വീണുകിടക്കുന്ന പഴങ്ങൾ കഴുകാതെ കടിച്ചു തിന്നുമ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കുമ്പോഴും മറ്റും അവയിൽ പറ്റിയിരിക്കാനിടയുള്ള വിരകളുടെ മുട്ടകൾ നമ്മുടെ വയറ്റിലെത്തുന്നു. ഈ മുട്ടകൾ കുടലിൽ വെച്ച് വിരിഞ്ഞ് അവിടെ താമസം തുടങ്ങുന്നു. വിരകൾക്ക് പകുതി ലഭിച്ച ആഹാരം ധാരാളം ലഭിക്കുന്നതിനാൽ അവ തടിച്ചു കൊഴുത്തു വളരും.
അങ്ങനെ ശിശുവിന്റെ ശരീരത്തിന് ആവശ്യമായ പോഷണം ലഭിക്കാതെ വരുന്നു. വിരശല്യമുള്ള കുട്ടികൾ ദുർബലരും ക്ഷീണിതരുമായി തീരുന്നു. വിരകളുടെ ശരീരം കടുപ്പമുള്ളതിനായതിനാൽ നമ്മുടെ ദഹനരസങ്ങൾക്ക് അവയെ നശിപ്പിക്കാനാവില്ല. വിര ബാധിച്ച കുട്ടികളുടെ മലത്തിലൂടെ ആയിരക്കണക്കിന് മുട്ടകൾ പുറത്തു വരുന്നു. തുറന്ന സ്ഥലത്ത് മലവിസർജനം നടത്തുമ്പോൾ ഈ മുട്ടകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോഴും ഈ മുട്ടകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. പൊതുസ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുകയും വൃത്തിയായ ആഹാരം വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് മാത്രം കഴിക്കുകയും ചെയ്യുക വഴി വിരബാധ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ആഹാരത്തിന് മുമ്പ് തീർച്ചയായും വായും കൈയും കഴുകണം. ഇങ്ങനെ വിരകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാനാകും. ചുരുക്കത്തിൽ ശുചിത്വമില്ലായ്മയാണ് വിരശല്യത്തിന് പ്രധാന കാരണമെന്ന് പറയാൻ കഴിയും. വരിക സഖി, അരികത്ത് ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം. അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. ജീവിതത്തിൽ പരസ്പരം താങ്ങുകളാകുമ്പോൾ ആർക്കുമൊന്നും നഷ്ടപ്പെടില്ല. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ചിലരെ കണ്ടിട്ടില്ലേ, 70-ാം വയസ്സിലും പ്രണയത്തിനും കുസൃതിക്കും ഒട്ടും കുറവുണ്ടാകില്ല. ഇത്തരം ബന്ധങ്ങൾ കണ്ട് അസൂയപ്പെടാറാണ് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ആയാലും സുഹൃത്തുക്കൾ തമ്മിലായാലും ആത്മാർത്ഥതയാണ് അടിസ്ഥാനപരമായി വേണ്ടത്. എല്ലാം തുറന്നു പറയാനും ഈ ബന്ധം എന്നും നിലനിൽക്കണമെന്നും പങ്കാളികൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. പരസ്പരം കുറവുകൾ അംഗീകരിച്ച് കുറ്റപ്പെടുത്താതെ മുന്നോട്ടു പോയാൽ ജീവിതം ഹാപ്പിയാണ്. വിട്ടുവീഴ്ചയാണ് മറ്റൊരു പ്രധാന കാര്യം. ചിലർ അതിനെ ത്യജിക്കുക എന്ന് പറയും. പക്ഷേ ഏറ്റവും പ്രധാനമായ വേണ്ട ഒരു ഗുണം തന്നെയാണിത്. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷേ അത് ഉൾക്കൊണ്ട് പരസ്പരം ക്ഷമിക്കാനും തീരുമാനങ്ങൾ ഒന്നിച്ചു നിൽക്കാനും വിട്ടുവീഴ്ചയിലൂടെ സാധിക്കൂ. എല്ലാ പേടികളും വികാര വിചാരങ്ങളും തുറന്നു പറയണം. ഒരാൾക്ക് താങ്ങാവണം. എല്ലാം പങ്കുവയ്ക്കപ്പെടുമ്പോൾ ബന്ധത്തിന്റെ ദൃഢതയും കൂടും. നല്ല റിലേഷനുകളാണ് നല്ല ജീവിതം നമുക്ക് തരുന്നത്. തകർന്നിരിക്കുമ്പോൾ ഒന്ന് തുറന്നു പറയാനോ സംസാരിക്കാനോ ഒരാളുണ്ടാവുക എന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതൊക്കെ വിട്ട് മറ്റെന്തിനൊക്കെയോ പിറകെ നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് വീണുപോയാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാതായി പോകും. വരിക സഖി, അരികത്ത് ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം. അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം എന്ന് കക്കാട് എഴുതിയതുപോലെ ഒന്നിച്ചു നനയുമ്പോൾ മാത്രം ഭംഗിയുള്ള മഴക്കാലങ്ങൾ ഉണ്ടാകുന്നത് പോലെ പ്രണയത്തെക്കുറിച്ചല്ല കേട്ടോ ഈ പറഞ്ഞതൊക്കെ. പ്രണയവും അതിലുണ്ടെന്ന് മാത്രം. ഒരാൾ പ്രിയപ്പെട്ടതാകാൻ പ്രണയിക്കണം എന്നൊന്നുമില്ല. നമ്മളെപ്പോലെ സെയിം വൈബുള്ള ഒരു പൊളി മനുഷ്യനെ എന്തിനാണിങ്ങനെ പ്രണയിച്ചു നഷ്ടപ്പെടുന്നതല്ലേ? ഒരു മനുഷ്യൻ കൂടെയുണ്ടാകുമ്പോൾ എപ്പോഴും നല്ലതാണ്. അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് എപ്പോഴും. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സന്തോഷങ്ങൾ കൊണ്ട് തരുന്ന ഒരു പോസിറ്റീവ് എനർജി. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുന്നതിനേക്കാൾ അവനിഷ്ടം ഒന്നിച്ചിരിക്കുന്നതാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മനുഷ്യർ പലപ്പോഴും വിഷാദ രോഗങ്ങളിലേക്കോ മറ്റോ കടന്നു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാവുക. ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങളെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കോ നോട്ടമോ മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരല്ലേ ഈ മനുഷ്യത്വം. അതിജീവനത്തിൻ്റെ ശക്തി പരസ്പരം ചേർത്ത് പിടിക്കുന്നതിലാണ്. ഓരോ ദിനവും അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിക്കണം. ഇന്നത്തെ തൻ്റെ ഓട്ടം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം കിട്ടി? ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് കിട്ടുന്ന ഓരോ തിരിച്ചറിവും വിലപ്പെട്ടതാണ്. എത്ര വേഗത്തിൽ ഓടി അല്ലെങ്കിൽ എത്ര നാൾ ഓടി എന്നതിനേക്കാൾ ഏറെ എന്തിനു വേണ്ടി ഓടി, അവസാനം എന്ത് കിട്ടി എന്നതാണ് പ്രാധാന്യം. ജീവിതത്തിൽ പരസ്പരം താങ്ങുകളാകുമ്പോൾ ആർക്കുമൊന്നും നഷ്ടപ്പെടില്ല. വീണാൽ എഴുന്നേൽപ്പിക്കാൻ ആളുണ്ടെങ്കിൽ ആരും പരാജിതരുമാവില്ല. 2 തരം ആളുകളുണ്ട്. കണ്ടുമുട്ടുന്ന എല്ലാവരിലും സ്വന്തം ലാഭം കാണുന്നവരും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സ്വയം നൽകുന്നവരും. ജീവിതം എന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ കൂടിയുള്ളതാണ്. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ജയല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള 9 ക്രിസ്തു ചിത്രങ്ങൾ, 6 മുതൽ തുടക്കം വരെയുള്ള ക്രിസ്തു ചിത്രങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ്. ഞങ്ങളുടെ 10ാമത്തെ സിനിമ ഫ്രീഡം ഈ മാസം 21-ന്, അതായത് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ ആശുപത്രിയിലുള്ള വീണസ് കോളേജിൽ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസ് നടക്കും. നിങ്ങൾ ഓരോരുത്തരെയും അതിൻ്റെ പങ്കാളിയാകാൻ സാദരം ക്ഷണിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ രാത്രി പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.